ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ എങ്ങനെ സ്വിച്ച് ബോർഡുകൾ അറേഞ്ച് ചെയ്യാം, അതിൻ്റെ ലൈറ്റ്സുകൾ കാര്യങ്ങൾ എന്താണ് പൊസിഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എൻട്രൻസ് സ്വിച്ചാണ്. നമ്മുടെ റൂമിലേക്ക് കയറി വരുന്ന എൻട്രൻസ് സ്വിച്ച്, 2 2 വേ സ്വിച്ച്, പിന്നെ കൺസീൽഡ് നമ്മുടെ സീലിംഗ് ലൈറ്റ്സുകൾ വരുന്നുണ്ട്. സീലിംഗ് ലൈറ്റ്സുകൾ വരുന്നതിൻ്റെ സ്വിച്ച് എവിടെയാണ് വരുന്നത്. പിന്നെ തൊട്ട് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫുഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡിൻ്റെ ഒരു ഏരിയയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ബെഡിൻ്റെ പൊസിഷൻ ഒന്ന് കാണിച്ചു തരാം. 6 അടി കോട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. 6 അടി കോട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 6 അടി വരുന്ന കട്ടിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. സൈഡ് ടേബിളിൻ്റെ സൈഡിലായിട്ട് സെൻട്രലായിട്ടായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സ്വിച്ച് ബോർഡുകൾ വരുന്നുണ്ട്. സെൻറ്ററിൽ, അതായത് 50 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് ടേബിൾ കഴിഞ്ഞതിന് ശേഷം കോട്ട് വരുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് വീണ്ടും സൈഡ് ടേബിൾ, അതിൻ്റെ മുകളിലായിട്ടാണ് സ്വിച്ച് ബോർഡ് വരുന്നത്. ആ എൻട്രൻസിൻ്റെ 2 വേ തന്നെയാണ് നമ്മുടെ ബെഡ് സ്വിച്ചിലും വരുന്നത്. 2 2 വേ വരുന്നുണ്ട്, റെഗുലേറ്റർ വരുന്നുണ്ട്, ഒരു ഫുഡ് ലാമ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു ഇൻ്റർനാഷണൽ പ്ലഗ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് അടുത്ത ആ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴത്തെ ഏരിയയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കോട്ട് അവസാനിക്കും. അതായത് അടുത്ത് വരുന്ന AC-യുടെ സ്വിച്ച്, മാസ്റ്റർ സ്വിച്ച്, സീലിംഗ് ലൈറ്റ്സുകൾ വരുന്നുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡിൻ്റെ സെൻട്രലായിട്ട് പിക്ചർ ലാമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓൾറെഡി ബെഡിൻ്റെ സെൻട്രലായിട്ടാണ് പിക്ചർ ലാമ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സിസ്റ്റം കാര്യങ്ങൾ, കമ്പ്യൂട്ടർ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ വരുന്നതിന് സെപ്പറേറ്റ് ഒരു ഏരിയ വരുന്നുണ്ട്. ആ ഏരിയയിൽ 2 പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൽ വേണമെങ്കിൽ കണക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ കണക്ഷൻ ആയാലും, അല്ലെങ്കിൽ ഒരെണ്ണം ഇൻവെർട്ടർ കണക്ഷനോ ഒരെണ്ണം നോർമൽ കണക്ഷൻ ആണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഒരു അടുത്ത ഏരിയ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബോർഡിൻ്റെ ഏരിയയാണ് വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് റൂമിൻ്റെ കബോർഡ് സിസ്റ്റമാണ് വരുന്നത്. കബോർഡ് ഇതൊരു വെറൈറ്റിയാണ്. അതായത് ഈ കബോർഡിൻ്റെ വാതിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ബാത്റൂം ഇല്ലാത്തൊരു ഫീലിങ്സാണ് ഉണ്ടാകുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിലും കണ്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ആ കബോർഡിൻ്റെ വാതിൽ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ ബാത്റൂം ഇല്ലാത്ത ഒരു ഫീലിങ്സാണ് ഉണ്ടാകുന്നത്. അതായത് ബാത്റൂം അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് തോന്നും. പിന്നെ സീലിംഗ് ലൈറ്റ്സുകളാണ് വരുന്നത്. ഫാൻ വരുന്നുണ്ട്. അതായത് ബെഡിൻ്റെ മുകളിലായിട്ട് സെൻട്രൽ, ഏകദേശം ബെഡിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഏകദേശം കുറച്ച് മാറിയിട്ടാണ് വരുന്നത്. 180 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു ഫാൻ വരുന്നുണ്ട്. സീലിംഗ് ഫാൻ വരുന്നുണ്ട്. പിന്നെ മുകളിൽ LED സ്ട്രിപ്പ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. പാനൽ ലൈറ്റ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് 10 വാട്ട്സിൻ്റെ പാനൽ ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 5 എണ്ണത്തിൻ്റെ അടുത്ത് നമ്മൾ പാനൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്റ്റെപ്പായിട്ടാണ് സീലിംഗ് ലൈറ്റ്സ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ തന്നെ 2 സ്റ്റെപ്പായിട്ട് കബോർഡിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ LED സ്ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ കബോർഡ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കബോർഡിൻ്റെ ഏരിയയിൽ വരുന്ന LED സ്ട്രിപ്പ് കൂടാതെ തന്നെ നമ്മുടെ ബെഡിൻ്റെ അടുത്ത് തന്നെ, ബെഡിൻ്റെ മുകളിലായിട്ട് LED സ്ട്രിപ്പ് വരുന്നുണ്ട്. ഒരു L ഷേപ്പിൽ LED സ്ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാനൽ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂം നല്ല നീറ്റായിട്ട് എടുക്കാൻ പറ്റും. കബോർഡ് വർക്കാണെങ്കിലും കബോർഡ് വെറൈറ്റി കബോർഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നീറ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ വെറൈറ്റി ആയിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.